ഹായ് ഗഡീസ്, വെൽക്കം ബാക്ക് ടു ട്രക്കി സ്റ്റോറീസ്. അപ്പോൾ സൂക്ഷ്മദർശിനി കണ്ടിട്ട് വന്നിട്ടുള്ളതാണ്. ബേസിൽ ജോസഫ്, നസ്രിയ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ള സൂക്ഷ്മദർശിനി. ഒറ്റ വാക്കിൽ പറയാൻ വെച്ചാൽ കിഡിലം പടം, മാരക പടം. ഒരു ദൃശ്യം കണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ള ഫീലിലാണ് തിയേറ്ററിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. സിനിമയുടെ വശങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് നേരെ ടെക്നിക്കൽ സൈഡ് പോകാം. കാരണം അതിൽ ഒരുപാട് പേരെ എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഡയറക്ടർ MC ജിതിൻ, പുള്ളിയുടെ ഡിബറ്റ് മൂവി ഒരു 2018 നോൺസെൻസ് എന്ന് പറഞ്ഞ മൂവിയാണ് ഡീറ്റെയിൽസിൽ എടുക്കുന്നത്. പക്ഷെ ഈ സിനിമ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു കിഡിലായിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ഫീൽ ചെയ്യുന്നത്. അടിപൊളി. മച്ചാൻ എന്തായാലും പൊളിക്കാൻ പോകാന്നുള്ള ഉറപ്പാണ്. ലിബിൻ TB, അരുൺ രാമചന്ദ്രൻ ഇവരാണ് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും കൂടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. കിഡിലെ സ്ക്രീൻ പ്ലേ, മാരകം എന്ന് വെച്ചാൽ മാരകം, ട്വിസ്റ്റോട് ട്വിസ്റ്റ്. നമുക്ക് പടത്തിലേക്ക് എത്താതിനു മുന്നേ എനിക്കിത് അവരെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സസ്പെൻസ് ത്രില്ലറിന് വേണ്ടിയിട്ടുള്ള ഒരു കിഡിലെ സ്ക്രിപ്റ്റ് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെ കണ്ട് ശീലമില്ലാത്തൊരു രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനിൽ പോണ ഒരു കഥയാണ് സൂക്ഷ്മദർശിനിയുടേത്. അപ്പോൾ അതിനെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും, എത്രത്തോളം നമ്മളെ എൻഗേജിങ് ആക്കാൻ പറ്റും, അത്രയും അടിപൊളിയായിട്ട് ഒരു സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ക്രിസ്റ്റോ സേവ്യറാണ് മ്യൂസിക്. ബ്രഹ്മയുദ്ധൻ നമ്മൾ കണ്ടാണ് പുള്ളിയുടെ കാലിബർ. അതേപോലെ തന്നെ പടം തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് ഭീതിജനകമായിട്ടുള്ള ഭയങ്കര എന്ത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള BGM ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആൾ കൊടുക്കുന്നത്. ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ ഉളവാക്കുന്ന രീതിയിലുള്ള BGMs. പിന്നെ പടത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു പോകുന്നതോറും BGM ടച്ച് വിടുന്നുണ്ട്. അടിപൊളിയാണ്. നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു BGMs ആണ് പടത്തിൽ പുള്ളി ചെയ്തിട്ടുള്ളത്. പാട്ടുകളൊന്നുമില്ല പടത്തിൽ, വേറെ പാട്ടുകളായിട്ടൊന്നുമില്ല, ഒരു പാട്ട് പോലും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുള്ളത് അടിപൊളി വെച്ചാൽ അടിപൊളിയാണ്. ഇങ്ങനെ ഒരു പടത്തില് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, നമുക്ക് അത്രയും ടെൻഷൻ ഉള്ളാക്കുന്ന രീതിയിൽ, നമുക്ക് അത്രയും നമ്മളെ വറീഡ് ആക്കുന്ന രീതിയിലുള്ള BGMs കിഡിലനായിട്ട് ക്രിസ്റ്റോ സേവ്യർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. പ്രൊഡക്ഷൻ രണ്ടുപേരാണ്, സമീർ താഹിർ ആൻഡ് ഷൈജു ഖാലിദ്. വെറുതെ അല്ല അവർ സിനിമ എടുത്തിട്ടുള്ളത്. കാരണം അതിന്റെ സ്ക്രിപ്റ്റ് കേട്ട പിന്നെ അവർ ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആൻഡ് സിനിമ. നസ്രിയ, ബേസിൽ എന്നിവർ കൂടാതെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന കുറച്ച് പേരുകൂടി ഉണ്ട്. നമ്മുടെ പൂജ, ആവേശ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആൾ. വേറെ കുറെ സിനിമയിൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അതുപോലെ അഖില, പ്രേമലുവിലെ മമിത ബൈജുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അഖില. അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ ഒരു അടിപൊളി ക്യാരക്ടറാണ്. അതുപോലെ അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു സസ്പെൻസ് ത്രില്ലറാണ്. അതും നമ്മൾ ഇതുവരെ കണ്ട് ശീലമില്ലാത്തൊരു സസ്പെൻസ് ത്രില്ലർ. കാരണം സിനിമ സ്റ്റാർട്ട് ചെയ്ത് ബേസിൽ ആൻഡ് ഫാമിലി പറഞ്ഞിട്ട് അധികം പേരൊന്നുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവര് ഷിഫ്റ്റ് ആവുന്നതാണ്. അവരെ തറവാട്ടിൽ നിന്നും മുൻപ് താമസിക്കുന്നുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആവുന്നതാണ്. അതൊരു നിഗൂഢമായിട്ടുള്ള ഒരു വീട്. ആ വീട് കാണുന്നത് തന്നെ നമുക്കൊരു ഐശ്വര്യക്കേടാണ്. ആ വീടിന് ചുറ്റും താമസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളെല്ലാവരും. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ വീടാണ് നമ്മുടെ നസ്രിയയുടെ ഹസ്ബൻഡായിട്ടാണ് അനൂപ് ഉള്ളത്. അനൂപിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. അനൂപ് പ്രധാനപ്പെട്ട ഒരു റോളിലുണ്ട്. അതായത് ബേസിന്റെ വീടിന്റെ എല്ലാ വശങ്ങളിലും ഈ അയൽവക്കക്കാർ താമസിക്കുകയാണ്. അപ്പൊ നെയ്ബേഴ്സ് എത്തി നോക്കുന്ന ഒരു രീതിയിലാണ് സ്റ്റാർട്ടിങ്ങിൽ സിനിമ പോകുന്നതെങ്കിലും ഇതൊക്കെ എന്തിലേക്ക് എത്തുന്നുള്ളത് നമുക്കൊരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കണക്ട് ആവും. പിന്നീട് പടം അങ്ങോട്ട് വേറെ ലെവലിലേക്ക് പോകും. നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തും. ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് അറിയാം അവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. ചെറിയൊരു കാര്യമില്ല, നിസ്സാര കാര്യമില്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നസ്രിയയുടെ കൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. കാരണം നസ്രിയാണ് ഇതിന്റെ ഒരു എന്താ പറയാ, മെയിൻ ആയിട്ട് ഇത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ആള് നസ്രിയാണ്. അപ്പൊ നസ്രിയുടെ കൂടെ നമ്മൾ കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ പോകും, നമ്മളൊരു കൺക്ലൂഷനിലെത്തും, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ തന്നെ അവർ ബോംബ് പൊട്ടിച്ച് പുതിയൊരു ടിസ്റ്റ് ഇടും. അപ്പൊ നമ്മൾ ആകെ ബ്ലാങ്ക്. പക്ഷേ നമ്മൾ ഇത്ര നേരം ചിന്തിച്ചല്ല, വെറുതെയല്ലോ. അപ്പൊ നെക്സ്റ്റ് പരിപാടി പിടിക്കും നമ്മൾ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് നമ്മളെ മൈൻഡിനെ സെറ്റാക്കി വരുമ്പോഴേക്കും അവിടെ അവർ പൊട്ടിച്ച് അടുത്തൊരു ടിസ്റ്റ് ഇടും. അങ്ങനെ നമ്മുടെ മൈൻഡ് വെച്ചിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സിനിമയില്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നസ്രിയയുടെ ഒക്കെ ഒരുപാട് നാൾക്ക് ശേഷം അഭിനയിക്കാന്നുള്ളതിലുപരി നസ്രിയ പോലെ ഒരു ആക്ട്രസിന് ഇത്രയും നല്ല റോള്, ഇതേപോലെ പെർഫോം ചെയ്യാൻ പറ്റിയ റോള് ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം അത്ര അടിപൊളിയായിട്ട് നസ്രിയ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അവിടെ എന്തും പോകും. കാരണം ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇമോഷൻസ്, പല രീതിയിലുള്ള ഇമോഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലേതാണ് ഇവന്റെ ഒറിജിനൽ ക്യാരക്ടർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് ബേസിലിന്റെ. അദ്ദേഹത്തിനെ പോലെ ഒരു ആക്ടർ ഇപ്പോൾ മലയാള സിനിമയിൽ ഇല്ല പറയാം. കാരണം അതായത് ഭയങ്കര വേഴ്സിറ്റാലിറ്റി. അതായത് എന്ത് ക്യാരക്ടർ കൊടുത്താലും പുള്ളിക്ക് പോകും.
ഇതിലാണെങ്കിലും ഒരു 2-3 തരത്തിലുള്ള ഇമോഷൻസ് പുള്ളി കാണിക്കുന്നുണ്ട്. കോമഡിക്ക് കോമഡി ഉണ്ട്, ബേസിലിന്റെ ഭാഗത്ത് മാത്രമല്ല എല്ലാവർക്കും ക്യാരക്ടേഴ്സിൽ ഒരു കോമഡി ഉണ്ട്. ഈ അഖില എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ, പൂജ, ഇവർ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളെല്ലാം ഒരുപാട് കോമഡി നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ പടത്തിന്റെ ഭീകരമായിട്ടുള്ള രൂപം അല്ലെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ചിന്തേനെ നമുക്ക് ഇടയ്ക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഇവരുടെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെ പറ്റി ഒരുപാട് തുറന്നു പറയാനായിട്ട് സാധിക്കില്ല, കാരണം ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പടം ഞാൻ പറഞ്ഞത് ദൃശ്യമൊക്കെ കണ്ട ആ കാലത്ത് ദൃശ്യം കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതിനേക്കാളും വേറൊരു പുതുമ രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡയറക്ഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൊണ്ടും കിഡിലനായിട്ടുള്ള ഒരു പടം. ഇതിൽ വിട്ട് സിനിമയെ പറ്റി പറഞ്ഞാൽ സ്പോയിലർ ആവുന്നത് കൊണ്ട് തന്നെ അധികമൊന്നും പറയുന്നില്ല. എന്തായാലും സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം എല്ലാവർക്കും ഷുവറായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഭൂരിഭാഗം ആളുകൾക്കും സസ്പെൻസ് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻസിനെല്ലാം അടിച്ച് പൊട്ടിച്ചുകൊണ്ട് ട്വിസ്റ്റ് ഇട്ടിട്ട് ഇവര് പടം കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും. കാരണം നമുക്ക് ഇത്രയും ത്രില്ലടിച്ച് ഒരുപാട് നാളായി ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ട്. 5-ാം പാതിരയ്ക്കൊക്കെ ശേഷം ഇത്രയും ത്രില്ലടിച്ച് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമയല്ല, 5-ാം പാതിരയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു സിനിമ ഞാൻ കുറേ കാലത്തിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം, മിസ് ചെയ്യാതിരിക്കാം.